ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിൽ പങ്കെടുത്തുകൊണ്ട് പെരിന്തൽമണ്ണ MLA ആയ നജീബ് കാന്തപുരം സംസാരിച്ചപ്പോൾ CPM നേതാക്കൾ ശരിക്കും തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു. CPM നേതാക്കളുടെ ഇരട്ടത്താപ്പ് തെളിവുകളടക്കം നിരത്തിക്കൊണ്ടാണ് നജീബ് കാന്തപുരം തുറന്നു കാട്ടിയത്. അദ്ദേഹത്തിന്റെ പ്രമേയത്തെ എതിർക്കുകയാണ്. ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിൽ ശ്രദ്ധേയമായൊരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുക, ജയിക്കുക, എന്നിട്ട് വേറൊരു മുന്നണിക്ക് വേണ്ടി കൂറുമാറി അപ്പുറത്ത് പോവുക, ഇതൊരു ശരിയായ നിലപാടാണോ? അദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമാണ്. കൂത്താട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ വാദം പറഞ്ഞിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ആദരവോട് ചോദിക്കുകയാണ്, ഇത് ഏലംകുളത്ത് ബാധകമാണോ എന്ന് അദ്ദേഹം പറയണം. കാരണം എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഇതേപോലെ സർ, ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ചു, ഒരു മുന്നണിയുടെ ഭാഗമായി, എന്നാൽ 4 വർഷത്തെ പ്രലോഭനത്തിന് ശേഷം ഒരു വനിതാ അംഗത്തെ വലിയ തോതിലുള്ള പ്രലോഭനങ്ങൾ നടത്തി കൂറുമാറ്റുകയുണ്ടായി. ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു നിർദ്ദേശം കൊടുക്കണം. അന്തസ്സുണ്ടെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞ് അവരപ്പുറത്ത് നിൽക്കാൻ തയ്യാറാവണം. ഞങ്ങൾ 4 വർഷം അവിടെ ഭരണം നടത്തിയത് ജനപിന്തുണയിലാണ്. മഹാനായ EMSന്റെ നാടാണ് സർ ഏലംകുളം. ഏലംകുളം പഞ്ചായത്ത് CPMന് ജനാധിപത്യത്തിൻ്റെ വഴിയിൽ പിടിക്കാൻ കഴിയാതെ പോയപ്പോൾ, ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ വഴിയിൽ പിടിച്ചപ്പോൾ പിൻവാതിലൂടെ ഒരു മെമ്പറെ തട്ടിക്കൊണ്ടുപോയി അട്ടിമറിച്ച് അവർക്കെല്ലാം നാട്ടിൽ പാട്ടായ കാര്യം അവിടെ താമസിപ്പിച്ചു. നാട്ടിൽ പാട്ടായ കാര്യം അവർക്ക് വല്ലാതെ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ്. അതുകൂടി അന്വേഷിക്കട്ടെ, പാർട്ടി അന്വേഷിച്ചാൽ മതി. ഞാൻ പറയുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു സങ്കടകരമായ കാര്യം, നിങ്ങൾക്ക് മറ്റാർക്കും ഇല്ലാത്ത ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പട്ടും വളയും കൊടുക്കും, നിങ്ങൾക്കെങ്ങാനും വെറുപ്പുണ്ടായാൽ നിങ്ങൾ പേപ്പട്ടിയാക്കും. ഇതല്ലേ സർ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യം? ഇന്നലെയും ഇന്നുമായി നമ്മുടെ AKG സെന്ററിലെ പുതിയ ക്യാപ്സ്യൂൾ അനുസരിച്ച് ബഹുമാന്യരായ നമ്മുടെ MLA മാർ, നമ്മുടെ പ്രിയപ്പെട്ട M വിജിൻ മുതൽ അവസാനം അക്ബർ വരെയുള്ള നമ്മുടെ ബഹുമാന്യരായ അംഗങ്ങൾ മുഴുവനും ജമാഅത്തെ ഇസ്ലാമിക്കുള്ള എതിരായിട്ടുള്ള വലിയ തോതിലുള്ള പ്രചരണമാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളത് പറയണം. ബഹുമാന്യനായ നൗഷാദ് മെമ്പർ അത് പറയണം. ഞാൻ ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് ദേശാഭിമാനിയുടെ 96 ഏപ്രിൽ 22 തിങ്കളാഴ്ചത്തെ മുഖപ്രസംഗമാണ് സർ. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് CPIMന്റെ ഔദ്യോഗിക മുഖപത്രം പറയുന്നു, ഭരണാധികാരത്തിന്റെ മാധുര്യം നൊട്ടി നുണഞ്ഞുകൊണ്ട്, സ്വന്തം ബഹുജന താല്പര്യം മറന്നുകൊണ്ട് ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് ശക്തികൾക്കെതിരെ മുസ്ലിം ലീഗും അവരുടെ കയ്യാളായ PDPയും, ഏത് PDP? അവരുടെ കയ്യാളായ PDP ഇപ്പൊ എവിടെയാണ്? അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വെക്കണേ. PDPയും നടത്തി വരുന്ന പ്രചാരണങ്ങളുടെ കുന്തമുന ഒടിച്ചു കളയുകയാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാടിലൂടെ CPMനെ പിന്തുണച്ചുകൊണ്ട് നിർവഹിക്കുന്നത്. ഈ കഴിഞ്ഞ നിയമസഭയിൽ ആദരണീയനായ നമ്മുടെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാന്യനായ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ആര്യാടൻ മുഹമ്മദ് അന്ന് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗം. ആ പ്രസംഗം എങ്ങനെയായിരുന്നു സർ? തീവ്രവാദ പേര് പറഞ്ഞ് ആര്യാടൻ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിന്റെ തെളിവാണ്. നിങ്ങളിപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണക്കുന്നത് ഏത് താല്പര്യത്തിന്റെ, ഏത് മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നിങ്ങൾ പറയണം. ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ 2011 ഏപ്രിൽ 4 വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, ജമാഅത്തെ ഇസ്ലാമിയുമായി മുമ്പും രാഷ്ട്രീയ ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് രഹസ്യ ചർച്ചയല്ല. അങ്ങനെ ഒരു രഹസ്യ ചർച്ച നടത്താൻ അവർ തലയിൽ മുണ്ടിട്ടൊന്നുമല്ല വന്നത്. ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. എൻ്റെ പ്രിയപ്പെട്ട അക്ബർ സാഹിബ്, അങ്ങ് ഈ നിയമസഭയിൽ പറയുന്ന ആ ക്ലാസ് AKG സെന്ററിൽ കൊണ്ടുപോയി എടുത്തു കൊടുത്താൽ മതി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. നിങ്ങളുടെ ഈ നിലപാടിലെ ഈ ഒരു കാപട്യമുണ്ടല്ലോ, നിങ്ങൾ ഓരോ സമയത്ത് തരാതരം ഏതു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കണം, ആ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പദം കൂടി കടമെടുക്കുകയാണ്.
അദ്ദേഹം ഈ മുന്നണി മാറുന്നവരെ കുറിച്ച് പറഞ്ഞു. അവർ ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. എങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് CPIM-ന് 3 MP-മാരാണ് ഉള്ളത്. അതിൽ 2 MP-മാർ ജയിച്ചത്, ഒരാൾ തമിഴ്നാട്ടിൽ നിന്നാണ്, ഒരാൾ ഹരിയാനയിൽ നിന്നാണ്. ഈ 2 MP-മാരും വിജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുമായി ഈ 2024-ൽ ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിന് നേരിട്ടുകൊണ്ടാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ സ്ഥാനമൊക്കെ ഒഴിഞ്ഞതിന് ശേഷം പോരെ ലീഗിനും കോൺഗ്രസിനും നിങ്ങൾ തീവ്രവാദ മുദ്ര ചാർത്തുന്ന ജമാഅത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇതാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ നിങ്ങൾ തലയിലേറ്റി നടക്കും. ഇപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിങ്ങൾക്കെതിരായിട്ട് ചില നിലപാടുകൾ എടുത്തു. ഇന്നലെ മുതൽ ഗോവിന്ദ മാഷ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നെഞ്ചത്ത് കയറുകയാണ്. ആവട്ടെ, ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും യാതൊരു അഭിപ്രായ പ്രകടനവും നടത്തുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾ താലോലിക്കും, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചവിട്ടിത്തേക്കും. കാലം എന്ന് പറയുന്ന മനോഹരമായൊരു നോവൽ MTയുടേതുണ്ട്. കാലത്തിലെ സേതു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. സേതുവിന്റെ ആ കഥ ഞാൻ പൂർണ്ണമായിട്ട് നോവലിനെ കുറിച്ച് പറയുകയല്ല. സുമിത്ര എന്ന് പറയുന്ന കളിക്കൂട്ടുകാരിയെ ഒരു കാലത്ത് സേതു കുറേ കാലം ആഗ്രഹിച്ചു നടന്നു. പിന്നീട് ഒരു പണക്കാരിയെ കിട്ടിയപ്പോൾ സേതു അവളെ കല്യാണം കഴിച്ചു. അങ്ങനെ തിരിച്ചു വരികയാണ്. ഒരുപാട് കാലത്തിന് ശേഷം സുമിത്രയെ കാണുന്നു. സുമിത്ര മനോഹരമായി ഈറനണിഞ്ഞ് കുളിച്ച് തിരിച്ചു വരുമ്പോഴാണ് സേതു കാണുന്നത്. സേതു സുമിത്രയോട് ചോദിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അപ്പൊ പരിഹസിച്ചുകൊണ്ട് സുമിത്ര ഒരു മറുപടി പറയുന്നുണ്ട്, സേതുവിന് എന്നും ഇഷ്ടം സേതുവിനെ മാത്രമായിരുന്നല്ലോ. CPM-കാരെ, നിങ്ങൾക്ക് എന്നും ഇഷ്ടം നിങ്ങളെ മാത്രമാണ് എന്നതാണ് കുഴപ്പം. രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് നിങ്ങൾ പട്ടും മുളയും നൽകും, നിങ്ങൾ എല്ലാം കൊടുക്കും. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം, CPIM രാഷ്ട്രീയത്തിൽ ഒരു മര്യാദ കാണിക്കണം. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു കാലത്തെക്കുറിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറയാം സാർ. ഈ നമ്മുടെ ബഹുമാന്യനായ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ്. ഇന്ന് നമ്മളുടെ നാട് കടന്നു പോകുന്നത് അത്യന്തം ഗുരുതരമായ ലഹരി മാഫിയയുടെ പിടിയിലാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ എല്ലാം നടക്കുന്നത്. നമ്മളുടെ ഭാവി, ഈ കേരളത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായ കാര്യം നമ്മുടെ മനുഷ്യ വിഭവശേഷിയാണ്. ആ മനുഷ്യ വിഭവശേഷി പൂർണ്ണമായും ലഹരിയിൽ അമരുന്ന ഒരു കാലത്ത് ഒരു വാക്ക് കൊണ്ടുപോലും ഈ നന്ദി പ്രമേയത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ ബ്രൂവറിയെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ലഹരിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഞാൻ പ്രതീക്ഷിച്ചു വനിതാ ശിശുക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ലഹരിയെ കുറിച്ചുണ്ടാകും. ഇല്ല സർ. തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു തീർച്ചയായിട്ടും ജനകീയ കൂട്ടായ്മയെ കുറിച്ച് പറയും. ഇല്ല സർ. ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തോട് ഞങ്ങൾക്കൊക്കെ വലിയ ബഹുമാനമുണ്ട്. കാരണം അദ്ദേഹം വളരെ വളരെ പ്രഗത്ഭനായ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആ കാര്യത്തിൽ ഒരു പ്രയാസവും. പക്ഷെ അങ്ങ് ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് സർ. ഈ പാഠപുസ്തകം പരിഷ്കരിക്കണമെന്ന് അങ്ങ് നിർദ്ദേശിക്കുമ്പോ അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ആ പാഠഭാഗത്തിനകത്ത് ലഹരിക്കെതിരായ ഒരു പദമെങ്കിലും കൊണ്ടുവരാൻ അങ്ങക്ക് സാധിച്ചില്ല എന്നത് സങ്കടകരമാണ് സാർ. ഈ നാട് ഒന്നിച്ച് ലഹരിക്കെതിരെ പോരാടേണ്ട ഒരു ഘട്ടത്തിൽ ഈ സർക്കാരിന്റെ മുൻഗണന ഇനിയും ലഹരിയിൽ ഈ നാടിനെ മുക്കാൻ ആവശ്യമായ ബ്രൂവറി കൊണ്ടുവരേണ്ടതാണ് എന്നത് നിങ്ങളുടെ നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഈ നാട്ടിലെ ലക്ഷോപലക്ഷം വരുന്ന അമ്മമാർക്ക് വേണ്ടി ഞാനൊരു വാക്ക് പറയുകയാണ്. നാട്ടിലെ മക്കളെ വളർത്തി അവരെ ഏറ്റവും വലിയ നക്ഷത്ര തുല്യമായി കാണുന്ന അമ്മമാരുടെ വേദന പോലും ഉൾക്കൊള്ളാത്ത ഒരു നന്ദി പ്രമേയം, ഈ ഗവർണറുടെ പ്രഖ്യാപനത്തിന് ശേഷമുള്ള നന്ദി പ്രമേയത്തെ ആർക്കു വേണ്ടിയാണ് സർ നാം പിന്തുണക്കേണ്ടത്? അതുകൊണ്ട് അതിശക്തമായി അതിനിശ്ചിതമായി ഈ നന്ദി പ്രമേയത്തെ